ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷങ്ങൾ? ഞങ്ങളിന്ന് പോകുന്നതെന്ന് വെച്ചാൽ ഹൈലിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു അൽ തർബിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഒരു മസ്രയുണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത് കേട്ടോ. മസ്ര എന്ന് പറയുന്നത് ഒരു ഫാമാണ്. ഒരു തോട്ടം, മുരിങ്ങകളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു തോട്ടമാണ് കേട്ടോ. ശരിക്കും അവിടെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പോകേണ്ടത്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ അത്ര ഒരു രസമുള്ള കാലാവസ്ഥയല്ല, നല്ല ചൂടാണ്. അപ്പോൾ വിചാരിച്ച് അതുകൊണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ല ലേറ്റായിന്. വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ മഗ്‌രിബ് കുറച്ച് ലേറ്റായിട്ടാണ്, 7:15 ആവും ബാങ്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങി. നമ്മൾ മുന്നേ വന്നിട്ടുണ്ടായിന്. അപ്പോൾ അന്നേരം വേറെ ഫ്രണ്ട്സായിരുന്നു, ഇപ്പം വേറെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടാ. ഇവിടെ വന്നപ്പം അന്ന് കണ്ട പോലെ കാര്യമായിട്ട് കുറേ ഐറ്റംസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കാര്യമായിട്ട് മുന്തിരിയാണ് കേട്ടോ. മുന്തിരീൻ്റെ സീസണാണ്. അപ്പോൾ മുന്തിരി ഉണ്ട് ഇഷ്ടം പോലെ. ഉറുമാമായം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ മാതളുണ്ടല്ലോ, അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടാ, ഇങ്ങനെ മൂത്ത് വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ. ഗ്രേപ്സ് ഉണ്ട് കേട്ടോ. അത് ചിലത് നല്ല പുളിയുണ്ട്, ചിലത് നല്ല മധുരമുണ്ട്. ഇവിടെ മെയിനുള്ളത് മുരിങ്ങയാണ് കേട്ടോ. മുരിങ്ങൻ്റെ ഒരു വിശാലമായ തോട്ടമാണ് ഇവിടെ കിടക്കുന്നത്. എന്താ മുന്തിരിയില്ലേ, ഇതെല്ലാം നല്ല മധുരമുണ്ട് കേട്ടോ. ഈ ചെറിയതായിട്ട് കാണുന്ന ഇവിടെ പ്രാവുകളൊക്കെ ഉണ്ട്. മാടപ്രാവ്, ഇതിന് മാടപ്രാവ് എന്നല്ലേ പറയാം. മാടപ്രാവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മുരിങ്ങ. ഇവിടെ കാര്യമായിട്ടുള്ളത് മുരിങ്ങയുടെ ഒരു വിശാലമായ ഇടമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കറിയൊക്കെ വെക്കുമല്ലോ, ഇവിടെ നല്ല മിസ്സിങ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ ഒരുപാട് മുരിങ്ങ ഇല പറിച്ച് കൊണ്ടുപോയി കറിയൊക്കെ വെച്ച്. എന്താ ടർക്കി, ഇതിൻ്റെ മുട്ടകളെല്ലാം ഉണ്ട് കേട്ടോ. ഇതാ മുരിങ്ങ ആണെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ കാര്യമായിട്ടുള്ളതാണ് മുരിങ്ങ. നല്ല ഏക്കർ കണക്കിന് സ്ഥലത്ത് മുരിങ്ങയുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത്രയും ഉണ്ട്. ഇതാ ഓറഞ്ച് കാണുന്നില്ലേ, ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓറഞ്ചൊക്കെ, ചെറുനാരങ്ങ, മധുര നാരങ്ങ ഒക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. അത് ചിലത് നമുക്ക് അവിടുന്ന് കഴിക്കാം കേട്ടോ. നമുക്ക് എന്തും എത്ര വേണേലും അവിടെ നിന്ന് കഴിക്കാം. പക്ഷേ ഇങ്ങോട്ട് നമ്മളെ റൂമിലേക്ക് അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ല. മുരിങ്ങയിലയും മുരിങ്ങ വാളും അതൊക്കെ നമ്മളെ റൂമിലേക്ക് എടുക്കാൻ പറ്റും ഫ്രീ ആയിട്ട് തന്നെ. ഇവിടെ അങ്ങനെ നമുക്ക് എൻട്രി ഫീസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ സൗകര്യത്തിന് പോവാം. അതായത് ഈ കാണുന്നുണ്ടല്ലോ, അത് ഒലീവാണ് കേട്ടോ. ഞാൻ എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് അത് പറിച്ച് വായിലിട്ട് എൻ്റെ ഉമ്മോ ഒന്നും പറയണ്ട, കഴിച്ചിട്ട് എനിക്കൊന്നും പറ്റിയില്ല. വായിൻ്റെ ആ ഒരു ടേസ്റ്റേ പോയി കിട്ടി. നമ്മൾ മഗ്‌രിബായി, നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്നാക്സൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് കാണുന്ന കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ ഒരു രാത്രി മഗ്‌രിബിൻ്റെ ടൈം മഗ്‌രിബൊക്കെ നിസ്കരിച്ച് അങ്ങനെ അവിടെ നിന്ന് റൂമിലേക്ക് വിട്ടു. റൂമിലേക്ക് വിട്ട് ശരിക്കും നല്ലൊരു എൻജോയ് ചെയ്തു കേട്ടോ. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല എൻജോയ് ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എന്തൊക്കെയോ കാണാനുണ്ടായിന് സത്യത്തിൽ. പക്ഷേ ഞാനത് വീഡിയോസ് എടുക്കാനും വിട്ട്, കുറേ കാണാനും വിട്ട്. നമുക്കറിയാം ഫ്രണ്ട്സുകളായിട്ട് എന്തൊക്കെയോ കണ്ട്